ഒരു ക്യാരക്ടറിനെ നമ്മൾ പണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അയാളുടെ മാനറിസത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാതെ നമ്മളുടെ ഒരു ശൈലിയിലേക്ക് അത് ലയിച്ചു ചേർന്നാൽ മാത്രമേ നമുക്കത് ഫ്രീ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു മിമിക്രി പോലെയാവും. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞിരിക്കണം. നാളെ എന്താണ്, അങ്ങനെ പ്ലാൻഡ് ആയിട്ട് പോണ ആളാണ്. കാര്യങ്ങൾ ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ സിനിമയിൽ വന്നതുപോലെ ഒന്നും തന്നെ ഇല്ല, ഞാനും ഇല്ല, ഒരു ഫ്ലോ എന്തോ ഒരു സംഭവമാണ് നടക്കുന്നത്. ആ ഹൈന് വേണ്ടി മാത്രമാണ്. എനിക്കങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളില്ല. ഉള്ളത് തന്നെ സ്കൂളിലുണ്ടായിരുന്ന കുറച്ച് പേരാണ്. റീസെറ്റ് ആവണമെങ്കിൽ എല്ലാത്തിനെയും എന്താണെന്ന് കാണാനുള്ള ഒരു ടൈം കൊടുക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടെന്നുള്ളതാണ്. തേർഡ് പേഴ്സണെ കൊണ്ട് നടക്കുന്ന കാര്യത്തിനെ കാണാൻ പറ്റിയാൽ കുക്ക് ചെയ്യോ? ഇല്ല, ഞാൻ ആകെ മാക്സിമം ചെയ്യണ ചൂടുവെള്ളം ചൂടാക്കുക, അല്ലെങ്കിൽ കേക്ക് നല്ലോണം കേക്ക്. ഹലോ ഷെയ്ൻ, വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ്. ലൈഫിൽ ഇതുപോലെ ഒട്ടും സ്ക്രിപ്റ്റിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടാ. ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ആളാണോ, അതോ യു നീഡ് കൺട്രോൾ? ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞിരിക്കണം. നാളെ എന്താണ്, അങ്ങനെ പ്ലാൻഡ് ആയിട്ട് പോണ ആളാണ്. നമുക്കത് പ്രാക്ടിക്കലി പറ്റില്ല, എന്നാലും പറ്റുന്നത്ര നാളത്തെ കാര്യം വരെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞൊരു അടുത്ത മാസത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അധികം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫിലിംസിന്റെ കാര്യത്തിലല്ല, ഇപ്പൊ നമ്മൾ എന്ത് പ്രോജക്റ്റ് അടുത്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമല്ല, അല്ലാതെ ജനറലി ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ സിനിമയിൽ വന്നതുപോലെ. ഓക്കെ, സിനിമയിൽ വന്നു, ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്നു. നമ്മുടെ ഈ ഒരു ജേർണി, ഈ ഒരു ജേർണിയിൽ ഏറ്റവും വലിയൊരു ലേണിംഗ് എന്തായിട്ടാ തോന്നുന്നത്? ലൈഫിലേക്ക് വേണ്ട ഒരു ലേണിംഗ് എന്താ സിനിമയിൽ നിന്ന് കിട്ടിയത്? ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റിയൊരു കാര്യം എന്നുള്ളതല്ല. ആക്ച്വലി ഞാനെന്ന വ്യക്തി ഇവോൾവ് ആയത് തന്നെ, അതായത് ചെറുപ്പം മുതലേ മീഡിയയിലായിട്ട് ഇൻവോൾവ് ആയിരുന്നു. സീരിയൽ ചെയ്തിട്ടുണ്ട്, റിയാലിറ്റി ഷോന് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം ഞാൻ ഒരു വ്യക്തി ഷേപ്പായി വരുവാണല്ലോ. സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അതെന്നെ കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു ഇന്നതെന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആസ് എ പേഴ്സൺ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രായം കൊണ്ടും മാറുന്നു, അതേപോലെ നമ്മുടെ സാഹചര്യങ്ങളും കൊണ്ടൊന്നും മാറുന്നു എന്ന് പറയുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ഇച്ചിരി ഡിറ്റാച്ചായി നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ കാണാനും ഒക്കെ ഉള്ള ഒരു ലേണിംഗ് എനിക്ക് വന്നു എന്നുള്ളത്. ഇത് ചുറ്റുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ കൂടെ കൂട്ടുന്ന ആളുകളെ, അല്ലെങ്കിൽ നമ്മൾ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളില്ല. എനിക്ക് ഉള്ളത് തന്നെ സ്കൂളിലുണ്ടായിരുന്ന കുറച്ച് പേരാണ്. കോളേജിലും ഉണ്ട്, പക്ഷെ അങ്ങനെ എല്ലാ ദിവസവും വിളിക്കുക കാണാൻ അങ്ങനെ ഒരു ബന്ധം കുറവാണ് പൊതുവെ എല്ലാവരുമായിട്ടും. എന്റെ ഫാമിലിയിൽ തന്നെയാണ് ഞാൻ ഭൂരിഭാഗം സമയം, വർക്ക് അല്ലാത്ത സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ എനിക്കൊരു പെറ്റുണ്ട്, അപ്പൊ അവന്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യും. കാറ്റാണ്. അതൊക്കെ ചെറിയ ലോകമാണ്. ചെറിയ ലോകം. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. ഡ്രൈവ്, ലോങ് ഡ്രൈവ്സ് ഒരു ടൈമിലൊക്കെ പോവായിരുന്നു. ബൈക്ക് ഉണ്ടായിരുന്നു, ഐ മീൻ ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു മേടിച്ച ആ ഒരു കാലയളവിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കുറെ സ്ഥലങ്ങൾ പോകണം. ആ രീതിയിലൊക്കെ കുറെ പോയിട്ടുണ്ട്. ഒരു 2 years ബാക്കും അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ ബൈക്കിൽ പോയിട്ടുണ്ട്. കാർ അങ്ങനെ അധികം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകളും അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ പോകുന്ന യാത്രകളാണ്. ഇപ്പൊ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായാലെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണ് തോന്നുന്നൊരു സമയമുണ്ടല്ലോ. കുറേ കാര്യങ്ങൾ, കുറേ ഷൂട്ട്സ്, ചിലപ്പോൾ കുറേ പരിപാടികൾ. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഒന്ന് സെൽഫായിട്ട് റീസെറ്റ് ചെയ്യുക? റീസെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ സ്പേസ് ഉണ്ടല്ലോ, നമ്മുടെ വീട് തന്നെയാണ് എല്ലാത്തിലേക്ക് നമ്മളെ ഗ്രൗണ്ട് ചെയ്യുന്ന സ്ഥലം. അപ്പൊ അവരോട് സംസാരിക്കുക, നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മള് ഇപ്പൊ ഈ ഇങ്ങനെ പറയൂലേ, നമ്മള് ഡിസ്റ്റർബ്ഡ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിനെ അല്ലെങ്കിൽ ആ വെള്ളത്തിനെ സെറ്റിൽ ആവാൻ നമ്മൾ സമ്മതിച്ചാൽ മാത്രമാണ്. അതിന്റെ മേളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളപ്പോ റീസെറ്റ് ആവണമെങ്കിൽ എല്ലാത്തിനും ഒന്ന് മാറി എല്ലാത്തിനെയും എന്താണെന്ന് കാണാനുള്ള ഒരു ടൈം കൊടുക്കണം. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം കൊടുക്കണം എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടെന്നുള്ളതാണ്. ഇമോഷൻസ് ഒക്കെ പ്രോസസ് ചെയ്യാനോ അങ്ങനെ തന്നെയാണോ ചെയ്യുക? ദേഷ്യം വന്നു, സങ്കടം വന്നു, സെയിം തന്നെയാണ്, സെയിം പ്രോസസ് തന്നെയല്ല. അതിനെ കാണണമെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷനെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല.
ഒന്ന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് നടക്കുന്ന കാര്യത്തിനെ ഒന്ന് കാണാൻ പറ്റണം എന്നുള്ളതാണ്. ഒരു തേർഡ് പേഴ്സണായി നിന്നുകൊണ്ട് നടക്കുന്ന കാര്യത്തിനെ കാണാൻ പറ്റിയാൽ ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ആ റിയാക്ഷൻ ചിലപ്പോ കറക്റ്റ് ആവണമെന്നില്ല. ഏറ്റവും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മൊമെന്റിൽ ഇതാണ് ഷെയ്ന്റെ മാക്സിമം എന്ന് പറയുന്നൊരു സംഭവം എന്തായിരിക്കും? അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ കട്ട് ഓഫ് ചെയ്യോ, ഷട്ട് ഡൗൺ ചെയ്യോ, മാറിപ്പോവോ? ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ഒക്കെ ഉള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു സഭാകമ്പം എന്ന് പറയും. ഇപ്പൊ ഒരു കാര്യം നടക്കുന്നത് എനിക്ക് ഓക്കെ അത് അങ്ങനെയല്ല ചേട്ടാ ഇങ്ങനെയാണ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ അത് ഒരു പോയിന്റ് എത്തുമ്പോ എനിക്ക് ഭയങ്കര ആയിട്ട് താങ്ങാൻ പറ്റാണ്ടാവും. അത് പിന്നെ ഔട്ട് ബേസ്റ്റ് ആയി. ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാള് അല്ലെങ്കിൽ ഒരു സിനാരിയോ എനിക്ക് ആദ്യമേ എന്താണ് ഫീൽ ചെയ്യണം അതിൽ ഞാൻ ഇപ്പൊ ട്രസ്റ്റ് ചെയ്യാണ്. എനിക്ക് ഇത് കറക്റ്റ് ആയിട്ട് തോന്നുന്നില്ല, അപ്പൊ ഞാൻ ആ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇതാണ് അതിനെ ഞാൻ കുറച്ചും കൂടെ എന്റെ ഇൻറ്റ്യൂഷനെ ഞാൻ കുറെ കൂടെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി, ഗട്ട് ഫീലിനെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങി. അതേപോലെ ഒരു കാര്യം നോ പറയേണ്ട സമയത്ത് നോ പറയണം. അത് കഴിഞ്ഞ് നമ്മൾ അത് സഹിച്ച് കുറെ കഴിയുമ്പോഴത്തേക്കും അത് അവർക്കും നമ്മൾക്കും ബുദ്ധിമുട്ടാവുന്നു എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നത് പ്രായം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിട്ട് തോന്നുന്നു. ജീവിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കൊരിക്കലും സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. When you talk എല്ലാ സമയത്തും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, യു ഹാവ് ലോട്ട് ഓഫ് ക്ലാരിറ്റി. ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി എപ്പോഴും ഉള്ള പോലെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളൊരു യങ് മാൻ ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ ഇപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഗട്ട് ഫീൽസിനെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങും, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ. എന്നാൽ നമ്മൾ ജഡ്ജ് ചെയ്യല്ല, ജഡ്ജ്മെന്റ് എന്താന്ന് നമ്മൾ കാണണം. ഈ ഒരു ലേണിംഗിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? നമുക്ക് സിനിമ പഠിക്കാം, നമുക്ക് പുറത്തുള്ള പല കാര്യങ്ങളും പഠിക്കാം. മേ ബി ചിലർ ന്യൂസ് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ട്, പുതിയ സിനിമകൾ കണ്ടിട്ട്. ഷെയ്ൻ എന്താ ഈ ഒരു ലേണിംഗിന് എന്താ ചെയ്യാം? ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ എനിക്കിപ്പോ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇപ്പൊ ഒരു ക്യാരക്ടറിന് വേണ്ടി എന്താണ് അത് പഠിക്കുക എന്നുള്ളതാണ്. ക്യാരക്ടറിനെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നോട്ട്സ് എഴുതി വെച്ച് ഇയാൾ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊന്നും പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മൾ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ പഠിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടാവാതിരിക്കാം. അതിപ്പോ ഒരു ക്യാരക്ടറിനെ നമ്മൾ പണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഉണ്ടാവാം. അപ്പൊ അയാളുടെ മാനറിസത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാതെ അത് നമ്മളിലേക്ക് കൂടെ നമ്മളുടെ ഒരു ശൈലിയിലേക്ക് അത് ലയിച്ചു ചേർന്നാൽ മാത്രമേ നമുക്കത് ഫ്രീ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു മിമിക്രി പോലെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പലപ്പോഴും. അപ്പോ ഒരു പ്രത്യേകതരം ഒരു പ്രോസസ്സോ ലേണിങ്ങോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ എന്റെ ജീവിതം മൊത്തത്തില് ഒരു ലേണിംഗ് പ്രോസസ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഒരു മൂവി? ഈ ടൈപ്പ് സിനിമകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കാണാൻ. ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്തായിരിക്കും ഇഷ്ടാവുക? എനിക്കിപ്പോ കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ VIP എന്ന് പറഞ്ഞ പടമില്ലേ ധനുഷിന്റെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണറാണ്. അതേപോലെ തിരുച്ചിത്രമ്പലം, അതായത് ഫീൽ ഗുഡ് ആണ്, നമുക്ക് റിലേറ്റബിൾ ആയ ഒരു ആസ്പെക്റ്റിലാണ് നിൽക്കുന്നത്, പക്ഷെ ഇറ്റ് ഇസ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ. അതേപോലെ ഇപ്പൊ ഈ അടുത്തും എനിക്കിഷ്ടമാണ്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ സയ്യാറ എന്ന് പറഞ്ഞ പടം കണ്ടു. നൈസ് മൂവി. അതായത് ഇപ്പോ അതിനേക്കാളും നല്ല ലവ് സ്റ്റോറീസ് മുമ്പൊക്കെ ഉണ്ട്, പക്ഷെ അതും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇപ്പോ ഒരുപാട് ബുദ്ധി പരിപാടികളൊന്നും അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള സിനിമകൾ, അതാണ് ഇപ്പൊ എനിക്ക് കാണാനായിട്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി എല്ലാവരുടെയും കൂടെ ഒന്ന് കാണാനായിട്ടുള്ള താല്പര്യം. അങ്ങനത്തെ തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ അത് പതുക്കെ ചെയ്യുന്ന ആളാണോ? ഞാനിപ്പോ പതുക്കെ ചെയ്യാനാണ് ശ്രമിക്കാറ്. തിരക്ക് വരും, കാരണം എന്റെ പ്രകൃതത്തിൽ തിരക്ക് വരും. ഇപ്പൊ അതെന്റെ ഫാമിലിയിൽ എനിക്ക് മദറിനും ഉണ്ട്, വാപ്ചിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്റെ പ്രകൃതത്തിലുണ്ട് അത്. പക്ഷെ അത് അങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പതുക്കെ ചെയ്യാനാണ് നല്ലത്. പതുക്കെ എന്ന് വെച്ചാൽ ഒരുപാട് പതുക്കെ ചെയ്തിട്ടും കാര്യമില്ല. ആക്ട് ചെയ്യേണ്ടടുത്ത് ആക്ട് ചെയ്യണം. ഹറിവറി പരിപാടി കുറയ്ക്കണം എന്നുള്ള ഇപ്പോഴും എനിക്ക് ഉണ്ട്. അപ്പൊ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ മറന്നൊക്കെ പോകും. അതുകൊണ്ട് ഹറിവറിയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പൊ അത് ഞാനിപ്പോ മാക്സിമം കുറയ്ക്കും. ഒരു വെന്റ് ഔട്ടിന് വേണ്ടി പെട്ടെന്ന് ഓടിച്ചെല്ലുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ആരല്ല? അതും വീട് തന്നെയാണോ? വീട് തന്നെയാണ്. അപ്പൊ അത് ഞാൻ പറയാം, എനിക്കങ്ങനെ
എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഇതുണ്ട്. ഞാൻ വ്യക്തിയെ എനിക്ക് അങ്ങനെ മുഴുവനായിട്ട് എന്താ പറയാ നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയെ ഒരാൾക്ക് നമുക്ക് എന്താണ് ശരിക്കും നമുക്ക് പറയാനോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന അവരുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. അപ്പോ അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ സജഷനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും അവർക്ക് പറയാൻ പറ്റുള്ളൂ. സോ അപ്പൊ അത് ഞാൻ കേൾക്കും. പക്ഷെ അതേപോലെ നമുക്ക് ചിലപ്പോ പെരുമാറാൻ പറ്റണം എന്നില്ല. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം അത്തരം കാര്യങ്ങൾ ഞാൻ പൊതുവെ ഇപ്പൊ വീട്ടിലാണെങ്കിലും ഒരു കുറവായിട്ട് പറയുമെന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അത് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സ്പേസ് എല്ലാവരും മനസ്സിലാക്കുന്ന എല്ലാവരും പറയുന്ന പോലെ ദൈവത്തിനോടാണ്. ആ ശക്തിനോട് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മേ ബി അത് ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കാം, എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിലിംഗ്. ആ ഒരു കണക്റ്റിലോട് വെച്ച് അല്ലെങ്കിൽ അതാണല്ലോ എനിക്ക് തോന്നുന്നു അതാണോ മനസ്സാക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അപ്പൊ ആ ഒരു സ്പിരിച്വൽ കണക്ട് സൂക്ഷിക്കുന്ന ഒരു ആളാണ്. അല്ലെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ സോയിലും വെള്ളവും ഒക്കെ സെറ്റിൽ ആവണമെങ്കിൽ ആ കണക്ട് വളരെ ആവശ്യമാണ്. മേക്ക് സെൻസ്. ഓക്കെ, ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെ ആർട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഭയങ്കര ഒരു സന്തോഷം, ജോയ് ഫീൽ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് പക്ഷെ ഞാൻ പറയാം, പേഴ്സണലി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഭയങ്കര കാലുവേദനയും ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു സമയം അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്തോ ഒരു പ്രത്യേകതരം ഹൈയാണ്. ആ ഹൈന് വേണ്ടി മാത്രമാണ് ശരിക്കും പറഞ്ഞ ഈ പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം. ആ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട് കഴിയുമ്പോൾ. ചെയ്യുമ്പോൾ ഒരു എനിക്കറിയില്ല, ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾ എവിടെയോ എന്തോ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ ഒന്നും തന്നെ ഇല്ല, ഞാനും ഇല്ല. എന്തോ ഒരു സംഭവമാണ് നടക്കുന്നത്. അത് എങ്ങനെ അതിനെ വിശകലനം ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു സമാധാനമുണ്ട്. എന്താണെന്ന് അറിയില്ല, കുറെ നേരം നമ്മൾ ടൈറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് അഴിക്കുമ്പോൾ ഉണ്ടാവണ പരിപാടി. അപ്പൊ ആ ഒരു റിവാർഡിന് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ സ്റ്റേജിലെത്തും, പെർഫോം ചെയ്യും. പിന്നെ എനിക്ക് എന്റെ ഇപ്പൊ മഴവില്ലാണെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് മഴവിൽ ഇപ്പൊ അവാർഡ്സിന്. അപ്പോ ഈ ഒരു റീയൂണിയൻ എന്റെ മാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡാൻസേഴ്സ് ആയിട്ടുള്ള അതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു പെറ്റ് പേരന്റ് ആയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. വളരെ കുറച്ച് നാളത്തേക്ക് എനിക്കൊരു ബേർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. അപ്പൊ പിന്നെ അതിനുശേഷം എനിക്കൊരു പെറ്റില്ല. ഇത് വളരെ ആദർശമായിട്ട് എന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഹൗസിൽ പോയപ്പോ അതിനു മുമ്പ് അവൻ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ടല്ലോ, ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ വെറുതെ കാണാനെന്നും പറഞ്ഞ് പോയതാ. അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ ഉള്ളിന്റെ ഉള്ളില് ഉണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ഇല്ല എന്നുള്ള മട്ടിൽ തന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇയാള് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കൂടെ കൂടി എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര റിലീഫാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഒരു സമാധാനമാണ്. പുള്ളി ഇങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിൽ എപ്പോഴും നടക്കും. പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിക്കളിച്ച് നടക്കും, പിന്നെ ഒന്ന് ശാന്തനാവും. അതായത് ആ ഒരു രസമാണ് കണ്ടോണ്ടിരിക്കാൻ അവരുടെ കളികളും. ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോഴത്തേക്കും രാവിലെ വാതിൽ തുറന്ന് നടക്കുന്നു. അപ്പോൾ മദർ എന്തോ ആവശ്യത്തിന് പോയി. അപ്പൊ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് 11th ഫ്ലോറിൽ, അപ്പൊ അവിടെ നേരെ ഓപ്പോസിറ്റ് കടലായതുകൊണ്ട് നല്ല കാറ്റ് വന്നിട്ട് മെയിൻ ഡോർ തുറന്നുപോയി. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും വീട്ടിലാരും ഇല്ല. ഇവനെ വിളിച്ചിട്ട് ഒരു അറിവുമില്ല. ഞാൻ പാനിക്കായി. ഞാൻ എന്നിട്ട് നേരെ മെയിൻ ഡോർ പൂട്ടിയിട്ട്, കാര്യം ഇനി ഇതിന്റെ ഇടയിൽ കൂടെ അവൻ ഇറങ്ങിപ്പോണ്ടെന്ന് ഓർത്ത് മെയിൻ ഡോർ പൂട്ടിയിട്ടിട്ട് എല്ലായിടത്തും അന്വേഷിച്ച് ഒരു രക്ഷയില്ല. ടൈഗറെ എന്ന് വിളിക്കേണ്ട ഒരു രക്ഷയില്ല. നേരെ വന്നിട്ട് മെയിൻ ഡോർ തുറന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അവൻ പുറത്തേക്ക് ഓടി പോയിട്ടുണ്ട്. ഇനി അത് എന്ത് ചെയ്യുന്ന അറിയാണ്ട് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നു. അത് കാണുമ്പോ ഒരു പ്രത്യേക അനുഭവമാണ്. എനിക്കൊന്ന് ഇത് പെറ്റ് പാരന്റ്സിനായിരിക്കും ഇത് കൂടുതൽ കണക്ട് ആവുള്ളൂ. നമ്മളിത് മിസ്സായും പോയോന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ ഇതിനൊറ്റ ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ അവൻ കേട്ടിട്ടുണ്ടാവും വീടിനകത്തുനിന്ന് ഞാൻ വിളിക്കണം. മറ്റേ എവിടെയൊക്കെ എന്തോ പുറത്ത് കറങ്ങി നടക്കാൻ പോയ പോലെ തന്നെ തിരിച്ചു വരികയാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഭയങ്കരമായിട്ട് കാം ഡൗൺ ചെയ്യാൻ പെറ്റ്സ് സഹായിക്കും എന്നാണ് പറയാ. പ്രത്യേകിച്ച് ടീനേജേഴ്സിന് നമ്മൾ പെറ്റ്സിനെ കൊടുക്കുന്നത് അവരെ ഭയങ്കര ഹെൽപ്പ് ചെയ്യത്ര, കുറച്ചുകൂടെ എംപത്തറ്റിക് ആവാനൊക്കെ.
ഓക്കെ, ഫുഡിനോടുള്ള ഇഷ്ടങ്ങൾ എന്താണ്? അതുകൂടെ ചോദിച്ചിട്ട് നമുക്കിത് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഫുഡുമായിട്ടുള്ള റിലേഷൻ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് വീട്ടിലെ ഭക്ഷണം ഫേവറേറ്റ് ഭക്ഷണം ഉണ്ട് എന്ന് വെച്ചാൽ പത്തിരിയും ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഞാൻ കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ് ഉണ്ട്, അത് ഭയങ്കര വേറെ ലെവൽ പരിപാടിയാണ്. അതും എത്ര നമ്മൾ കഴിച്ചോണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ. പിന്നെ ഉണ്ട് ഭക്ഷണങ്ങൾ, പക്ഷെ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ എ പേഴ്സൺ കുക്ക് എന്നുള്ളതിലാണ്. അപ്പൊ ഡിഷ് അല്ല, അത് എന്ത് ഡിഷും നമുക്ക് ടേസ്റ്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് പല ഹോട്ടലിലും പല ടേസ്റ്റ് അല്ലേ എന്ന് പറയുന്ന പോലെയാണ്. നമുക്കൊരു ഡിഷ് ആയിട്ട് പറയാൻ പറ്റില്ല. കുക്ക് ചെയ്യോ? ഇല്ല, ഞാൻ ആകെ മാക്സിമം ചെയ്യണ ചൂടുവെള്ളം ചൂടാക്കുക, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുക, അല്ലെങ്കിൽ ചായ ചൂടാക്കുക. ഇതൊക്കെയാണ് മാക്സിമം ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കുന്ന പോലും മര്യാദക്ക് എനിക്ക് അറിയില്ല. കെറ്റിലൊക്കെ ഉണ്ടാക്കും മാക്സിമം. ഓക്കെ ഷെയ്ൻ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ഇവന്റ്. താങ്ക് യു സോ മച്ച്. കുറച്ച് സമയമാണെങ്കിലും നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.